empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല എന്ന ഈ പ്രോഗ്രാമിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ബൈബിളിൽ നാം ഓരോരുത്തർക്കും ഒരു പാഠമാകാനായി എഴുതപ്പെട്ടിരിക്കുന്ന സ്ത്രീകളുടെ ജീവിതത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച പുതിയ നിയമത്തിലെ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ലിദിയയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായത്തിലാണ് തിരുവചനം ലിദിയയെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സമൂഹത്തിൽ നല്ല ഉയർന്ന നിലയിൽ പട്ടുവിൽപ്പന എന്ന ജോലിയിൽ വ്യാപരിച്ചിരുന്ന ലിദിയ പൗലോസ് ലിഹായിൽ നിന്നും തിരുവചനം സ്വീകരിച്ച ശേഷം പുതിയൊരു സൃഷ്ടിയായി മാറുന്നത് നമ്മൾ കണ്ടു. ഈ ലോകത്തിലെ യാതൊന്നിനും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് അവളെ മാറ്റാൻ പറ്റാത്ത രീതിയിൽ കർത്താവുമായി ആഴമേറിയ ഒരു ബന്ധത്തിലേക്ക് ലിദിയ കടന്നു വരികയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സങ്കീർത്തകനായ ദാവീദിന്റെ ഒരു തിരുവചനം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ 56-ാം അധ്യായം അവിടെ 4-ാം തിരുവാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു. മർത്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? ദാവീദ്, സങ്കീർത്തകനായ ദാവീദ് ഇത് പറയുമ്പോൾ അദ്ദേഹം ശത്രുകരങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ്. ശത്രുക്കളുടെ കൈകളിൽ ഇരുന്നു കൊണ്ടാണ് സങ്കീർത്തകനായ ദാവീദ് ഇങ്ങനെ ഉറക്കെ പ്രഘോഷിക്കുന്നത്: മർത്യന് എന്നോട് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, കാരണം ഞാൻ ആരുടെ വചനത്തെ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ ഞാൻ നിർഭയനായി ആശ്രയിക്കുന്നുവെന്ന്. ഇതേ ഒരു കാര്യം തന്നെയാണ് ലിദിയയും ഏറ്റു പറയുന്നത്. ഞാൻ പ്രഘോഷിക്കുന്ന ആ കർത്താവിൽ ഞാൻ നിർഭയയായി ആശ്രയിക്കുന്നു എന്ന് ലിദിയ ഏറ്റു പറയുന്നുണ്ട്. ഈ ലോകത്തിലെ ഒരാൾക്കും എന്നോട് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന ഒരു ഉറപ്പ് ലിദിയയ്ക്കുണ്ടായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ആ ഒരു ഉറപ്പിലേക്കാ പരിശുദ്ധ വചനം നമ്മളെ വിളിക്കുന്നത്. നമ്മൾ ആശ്രയിക്കുന്ന കർത്താവിൽ, നമ്മൾ പ്രഘോഷിക്കുന്ന കർത്താവിൽ പരിപൂർണമായും ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് എന്നിൽ എന്ത് രൂപാന്തരീകരണം വരുത്തുവാൻ ആഗ്രഹിക്കുന്നുവോ ആ ഒരു മാറ്റത്തിനായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ വചനത്തിന്റെ മുൻപിൽ നമുക്ക് വ്യക്തതയോടെ കൃത്യതയോടെ ആയിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കാം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമുക്ക് ഒരു മനസ്സോടെ ഐക്യത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ കൃത്യമായി യേശുവിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കൃപ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് നൽകണമേ. ലിദിയയെ പോലെ, ദാവീദിനെ പോലെ അങ്ങയെ പ്രഘോഷിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവിൻ തീനാളങ്ങൾ പരിശുദ്ധാത്മാവേ മഴയായി പെയ്യട്ടെ. ഹല്ലേലൂയ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. പരിശുദ്ധാത്മാവേ വരണമേ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ഹല്ലേലൂയ. ആത്മാവിൻ തീമഴ പെയ്തതുപോലെ പരിശുദ്ധാത്മാവേ ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആദിമസഭയിൽ വന്നതുപോലെ ആത്മാവിൻ തീമഴ പെയ്തതുപോലെ പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഴയായി പെയ്യട്ടെ. പരിശുദ്ധാത്മാവേ ആദിമസഭയിൽ അവരെ ശക്തിപ്പെടുത്തി, അവരെ ബലപ്പെടുത്തി കർത്താവിന്റെ ധീര സാക്ഷികളാക്കി മാറ്റിയതുപോലെ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ഘോഷിക്കും ഈ വേളയിൽ ഈശോയേ നാമം പാടും ഈ കൂട്ടായ്മയിൽ. ഹല്ലേലൂയ. വചനം ഘോഷിക്കും ഈ വേളയിൽ പരിശുദ്ധാത്മാവേ വരണമേ. നാമം പാടും ഈ പരിശുദ്ധാത്മാവേ നിറയണമേ. ആത്മാവിൻ തീനാളങ്ങൾ ഹല്ലേലൂയ. മഴയായി പെയ്യട്ടെ.
വരണമേ. ആത്മാവിൻ മഴയായി ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ ഇറങ്ങി വരണമേ പരിശുദ്ധാത്മാവേ. മഴയായി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാറ്റായി ഈശോയെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വചനത്തിന്റെ നേരെ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ഈശോയോടൊപ്പം ജീവിതം മുഴുവൻ ഈശോയുടെ ഹിതത്തിൽ മുന്നേറിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങളുടെ ജീവിതങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വാങ്ങിത്തരണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ കർത്താവിന് മഹത്വം നൽകുന്ന കുടുംബങ്ങളായി മാറുവാൻ വിശുദ്ധ യോസേപ്പ് പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ലീദിയായുടെ ജീവിതത്തിലൂടെ യാത്ര ചെയ്തു വരികയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ് തിയത്തീറ എന്ന പട്ടണക്കാരിയായിരുന്ന ലിദിയ തന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഫിലിപ്പിയിലേക്ക് കടന്നു വരികയാണ്. അവിടെ ആ ബിസിനസ് ആവശ്യങ്ങൾക്കിടയിൽ അവൾക്ക് കിട്ടിയ കുറച്ച് സമയം അവൾ അവിടെ ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ വന്നിരുന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്താണ് പൗലോസ്ലീഹ അവിടേക്ക് കടന്നു വരുന്നതും അപ്പോൾ കർത്താവ് പൗലോസ്ലീഹ പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ലിദിയായുടെ ഹൃദയത്തെ തുറക്കുന്നതും നമ്മൾ കണ്ടു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പൗലോസ്ലീഹായും ലിദിയായും തമ്മിൽ കണ്ടുമുട്ടുന്നതും ലിദിയായുടെ ജീവിതം കർത്താവിന് പരിപൂർണമായി സമർപ്പിക്കുന്നതും ഇതൊക്കെ അവിചാരിതമായി സംഭവിച്ച കാര്യങ്ങളാണോ? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായി പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ സർവ ആധിപത്യം എല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ കർത്താവാണ്. നമ്മൾ വിചാരിക്കും എല്ലാം അങ്ങനെ ഒരു നോർമൽ ഒരു റുട്ടീനിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും വേറെ പല ലക്ഷ്യങ്ങളോടെയുമാണ് കർത്താവ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒന്നും അർത്ഥവും അതിൻ്റെ ഒരു വ്യാപ്തിയും ഒന്നും നമുക്ക് മനസ്സിലാകണമെന്നില്ല. പക്ഷേ എല്ലാത്തിനും അന്തിമമായൊരു റിസൾട്ട് ഉണ്ട്. അതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത്. നമ്മൾ കണ്ടു ലിദിയ എങ്ങനെയാണ് ഫിലിപ്പിയിൽ എത്തിയത് എന്നത്. എന്നാൽ ഏഷ്യയിൽ വചനം പ്രസംഗിച്ചു നടന്നിരുന്ന പൗലോസ്ലീഹ എങ്ങനെയാണ് മക്കദോനിയയിലെ ഈ ഫിലിപ്പി എന്ന പട്ടണത്തിലേക്ക് എത്തിച്ചേരുന്നത്? അതാണ് നമ്മൾ ഇന്ന് കാണുവാനായി പോകുന്നത്. നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്കൊന്ന് വരാം. അവിടെ തിരുവചനം പറയുകയാണ്, ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചതുകൊണ്ട് അവർ ഫ്രീജിയ ഗലാത്തിയ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു. ഏഷ്യയിൽ വചനം പ്രസംഗിച്ചുകൊണ്ട് നടന്നിരുന്ന പൗലോസ്ലീഹ, മിഷൻ പ്രവർത്തനങ്ങളിൽ മിഷൻ യാത്രകളിൽ ഏർപ്പെട്ടിരുന്ന പൗലോസ്ലീഹായെ പരിശുദ്ധാത്മാവ് ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്, അതിൽ നിന്ന് തടയുകയാണ്. അതുകൊണ്ട് അവർ റൂട്ട് മാറി വേറെ വഴികളിൽ കൂടി പോവുകയാണ് സുവിശേഷ പ്രഘോഷണത്തിനായി. തുടർന്ന് അടുത്ത വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, മീസിയായ്ക്ക് അടുത്തു വന്നപ്പോൾ ബിഥീനിയയിലേക്ക് പോകാൻ അവർ ആഗ്രഹിച്ചു. എങ്കിലും യേശുവിന്റെ ആത്മാവ് അതിന് അനുവദിച്ചില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടെ നമ്മൾ ശ്രവിക്കണം.
ഇവിടെ പൗലോസ്ലീഹ പോകുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ പരിശുദ്ധാത്മാവ് അവരുടെ റൂട്ട് മാറ്റി വിടുകയാണ്. വേറെ വഴികളിൽ കൂടി അവരെ കടത്തി വിടുകയാണ്. എങ്ങോട്ടാണ് ഇതിന്റെ അന്ത്യം എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. തുടർന്ന് എന്താണ് വചനം പറയുന്നത്? 8-ാം വാക്യം. തന്മൂലം മീസിയ പിന്നിട്ട് അവർ ത്രോവാസിലേക്ക് പോയി. അങ്ങനെ അവർ ത്രോവാസിൽ എത്തിച്ചേരുകയാണ്. ത്രോവാസിലായിരിക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്നാണ് 9-ാം വാക്യം പറയുന്നത്. രാത്രിയിൽ പൗലോസിന് ഒരു ദർശനമുണ്ടായി. മക്കദോനിയക്കാരനായ ഒരുവൻ അവന്റെ മുൻപിൽ നിന്ന് ഇപ്രകാരം അഭ്യർത്ഥിച്ചു, മക്കദോനിയയിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക. ഈ ഒരു ദർശനം ഉണ്ടായപ്പോൾ പൗലോസ്ലീഹയ്ക്ക് വ്യക്തമായി ഏഷ്യയിൽ നിന്ന് വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് കർത്താവ് പിന്തിരിപ്പിച്ചതും തുടർന്നുള്ള വഴികളിലെല്ലാം കർത്താവ് തന്റെ റൂട്ട് മാറ്റിവിട്ടതുമെല്ലാം മക്കെദോനിയായിൽ സുവിശേഷം എത്തിക്കുവാനുള്ള കർത്താവിന്റെ ആ ഒരു ഉദ്ദേശ നിവൃത്തിക്ക് വേണ്ടിയായിരുന്നുവെന്ന്. അങ്ങനെ കർത്താവിൽ നിന്ന് ലഭിച്ച ആ പ്രേരണ അനുസരിച്ച് പൗലോസും കൂട്ടരും മക്കെദോനിയായിൽ എത്തിച്ചേരുകയാണ്. അതായത് യൂറോപ്യൻ മണ്ണിലേക്ക് കർത്താവിന്റെ സുവിശേഷവുമായി പൗലോസ്ലീഹ കടന്നു വരികയാ ചെയ്യുന്നത്. തുടർന്ന് എന്താ ഉണ്ടായത്? 12-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും പോയി. മക്കെദോനിയയിലെത്തിയ അവർ ഫിലിപ്പിയിൽ എത്തിച്ചേരുകയാണ്. അത് മക്കെദോനിയയുടെ ആ ഭാഗത്തെ പ്രധാന നഗരവും റോമായുടെ അധികാരത്തിലുള്ള സ്ഥലവുമായിരുന്നു. കുറേ ദിവസം ഞങ്ങൾ ആ നഗരത്തിൽ താമസിച്ചു. അടുത്ത വാക്യത്തിലാണ് നമ്മൾ കർത്താവിന്റെ ആ ഒരു അറേഞ്ച്മെന്റ്, ആ ഒരു എല്ലാം ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്ന് അവസാനം തന്റെ ഉദ്ദേശ നിവൃത്തിയിലേക്ക് എത്തിക്കുന്ന കർത്താവിന്റെ ആ ഒരു ശ്രേഷ്ഠമായ പ്രവൃത്തിയെ നമ്മൾ കാണുന്നത്. 13-ാം വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. നഗര കവാടത്തിനു പുറത്ത് നദീതീരത്ത് ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടെന്ന് തോന്നിയതിനാൽ അവിടേക്ക് ഞങ്ങൾ പോയി. ആ സ്ഥലത്ത് വന്നുകൂടിയ സ്ത്രീകളോട് ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു. അങ്ങനെ പൗലോസ്ലീഹ ലീദിയ എവിടെയായിരുന്നുവോ അവിടേക്ക് കടന്നു വരികയാണ്. കർത്താവിന്റെ ആ ഒരു മാസ്റ്റർ പ്ലാൻ അവിടെ ഫുൾഫിൽഡ് ആവുകയാ ചെയ്യുന്നത്. ലീദിയായും പൗലോസ്ലീഹായും കണ്ടുമുട്ടുകയാണ്. അടുത്ത വചനത്തിൽ പറയുന്നു, ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തിയത്തീറ പട്ടണത്തിൽ നിന്നു വന്ന പട്ടുവിൽപ്പനക്കാരിയും ദൈവഭക്തയുമായ ലീദിയ എന്ന സ്ത്രീയും ഉണ്ടായിരുന്നു. അങ്ങനെ ലീദിയ പൗലോസ്ലീഹായിൽ നിന്ന് വചനം കേട്ട് അവൾ ക്രിസ്തുവിനായി തന്നെ പൂർണ്ണമായും സമർപ്പിക്കുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതിനെ അവിചാരിതമായി സംഭവിച്ച ഒരു കാര്യം എന്ന് നമുക്ക് പറയുവാനായി സാധിക്കുമോ? നമ്മൾ കണ്ടതാണ്, ഏഷ്യ മുതൽ ഇങ്ങോട്ട് ഓരോ കാര്യത്തിലും ഓരോ ഗ്യാപ്പിലും കർത്താവ് ഇടപെട്ട് അവരെ റൂട്ട് മാറ്റിവിട്ട് അവസാനം മക്കെദോനിയയിലെ ഫിലിപ്പിയിലേക്ക് കർത്താവ് തന്നെ വളരെ ബോധപൂർവം പൗലോസ്ലീഹായെ കടത്തിക്കൊണ്ട് വരികയാണ്. ഈ ലിദിയായുടെ ആ ഒരു മാനസാന്തരത്തിന് വേണ്ടി, ലിദിയായെ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി എത്രമാത്രം കാര്യങ്ങൾ അവിടെ കർത്താവ് ക്രമീകരിക്കുന്നേ. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ ഒത്തിരിയേറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും നമ്മൾക്ക് ധാരണ ഉണ്ടാകണമെന്നില്ല. പക്ഷേ കർത്താവിന്റെ സർവ്വ ആധിപത്യത്തിന് കീഴിലാണ് നാം ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ വ്യക്തതയോടെ കർത്താവ് പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നാം ഇപ്പോൾ ആയിരിക്കുന്ന നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിത പങ്കാളി, നമുക്ക് നൽകിയിരിക്കുന്ന മക്കൾ, ഇതൊന്നും അവിചാരിതമായ ആ കാലത്തിന്റെ പോക്കിൽ വന്നുകൂടിയ കാര്യങ്ങളൊന്നുമല്ല. കർത്താവിന് വ്യക്തമായ പ്ലാനോടുകൂടി, വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയാണ് നാം ഇപ്പോൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ കർത്താവ് നമ്മെ നിർത്തിയിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വെറുതെ ആ ഒരു ഒഴുക്കിൽ പോകുന്ന ആൾക്കാരല്ല.
നാം ആയിരിക്കുന്നിടത്ത് നമുക്കൊരു കൃത്യമായ പദ്ധതിയുണ്ട്. കർത്താവിന് നമ്മിലൂടെ അവിടെ എന്തൊക്കെയോ ചെയ്യുവാനുണ്ട്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒന്നും അവിചാരിതമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം അവിടെ 9-ാം തിരുവാക്യത്തിൽ നമുക്ക് വ്യക്തമായി ഇതിനെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ട്. തിരുവചനം പറയുകയാണ്, മനുഷ്യൻ തന്റെ മാർഗം ആലോചിച്ചു വെക്കുന്നു, അവന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. നമ്മൾ എത്രമാത്രം ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി എന്തൊക്കെ പ്ലാൻ ചെയ്താലും കർത്താവാണ് നമ്മുടെ കാലടികളെ നിയന്ത്രിക്കുന്നത്. നമ്മൾ പോകേണ്ടത് എങ്ങോട്ടാണെന്നും എന്തിനാണെന്നും ഒക്കെ കർത്താവിന് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ട്. ഇതിന് പല ഉദാഹരണങ്ങളും പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം അവിടെ 9-ാം അധ്യായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു സംഭവം കാണുവാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ സാവൂളിനെ പരിചയപ്പെടുന്നുണ്ട്. ഇസ്രായേലിന്റെ ആദ്യ രാജാവായി കർത്താവ് അഭിഷേകം ചെയ്തുയർത്തിയ സാവൂൾ. ആ സമയത്ത് ഈ വചനഭാഗത്ത് സാവൂൾ രാജാവൊന്നും ആയിട്ടില്ല. തന്റെ കുടുംബത്തിൽ പിതാവിനോടൊപ്പം കുടുംബകാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്ന സാവൂളിനെ നമ്മൾ അവിടെ കാണുന്നേ. അവിടെ തന്റെ പിതാവിന്റെ കഴുതകളിൽ ചിലതിനെ കാണാതാവുകയാ ചെയ്യുന്നേ. ആ സമയത്ത് സാവൂളിന്റെ പിതാവ് സാവൂളിനോട് പറയുകയാണ് തന്റെ കാണാതായ കഴുതകളെ പോയി അന്വേഷിച്ച് കണ്ടെത്തുവാനായിട്ട്. എന്നാൽ ഒത്തിരി അന്വേഷിച്ചിട്ടും സാവൂളിന് ഈ കഴുതകളെ കണ്ടെത്താനായി സാധിക്കുന്നില്ല. അവിടെയും മാനുഷികമായി പറഞ്ഞാൽ അവിചാരിതം എന്ന് നമ്മൾക്ക് വിളിക്കാവുന്ന ഒരു കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. സാവൂൾ നേരെ പോയി സാമുവേൽ പ്രവാചകന്റെ അടുക്കലേക്ക് എത്തുകയാണ്. തന്റെ കഴുതകളെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുവാനായിട്ടാണ് സാവൂൾ പ്രവാചകന്റെ അടുക്കൽ പോകുന്നത്. എന്നാൽ കർത്താവിന് ആ ഒരു മീറ്റിംഗിൽ അതിനേക്കാളൊക്കെ ഒത്തിരി വലിയ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. സാമുവേൽ പ്രവാചകൻ സാവൂളിനെ കണ്ട വശം കർത്താവിനാൽ നിയോഗിക്കപ്പെട്ടവനാണെന്ന് അവൻ എന്ന് തിരിച്ചറിയുകയും അവനെ രാജാവായി അഭിഷേകം ചെയ്യുകയുമാ ചെയ്യുന്നത്. ആ ഒരു മീറ്റിംഗ് അത് അവിചാരിതമായിരുന്നു പ്രിയ സഹോദരങ്ങളെ. സാവൂൾ തന്റെ കഴുതകളെ അന്വേഷിച്ച് നടന്ന് സാമുവേൽ പ്രവാചകനെ കണ്ടെത്തുകയാണ്. സാവൂളിനെ സംബന്ധിച്ചും സാമുവേൽ പ്രവാചകനെ സംബന്ധിച്ചും ആ ഒരു മീറ്റിംഗ് അത് അവിചാരിതമായിരുന്നു. എന്നാൽ കർത്താവിന് സാവൂളിനെ കുറിച്ചുള്ള ഒരു പ്ലാനിൽ ഈ ഒരു മീറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഈ ഒരു മീറ്റിംഗിലൂടെ സാവൂളിനെ ഇസ്രായേലിന്റെ രാജാവായി ഉയർത്തുവാൻ കർത്താവ് നിശ്ചയിച്ചിരുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒത്തിരിയേറെ സംഭവങ്ങൾ നമ്മൾ വളരെ നിസ്സാരമായി കാണുന്നുണ്ടാകാം. കർത്താവിന്റെ ആ നടത്തിപ്പോ അതിലേക്ക് എത്തിക്കുന്ന ആ നയിപ്പോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കില്ല. പക്ഷേ നാം ആയിരിക്കുന്ന നമ്മുടെ ഈ ഒരു അവസ്ഥ അതിലേക്ക് നമ്മെ കർത്താവ് കൊണ്ടുവരുവാനായി ഒത്തിരിയേറെ കാര്യങ്ങൾ വളരെ പ്ലാൻഡ് ആയി ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ആലോചിച്ചാൽ ഒത്തിരിയേറെ ഉദാഹരണങ്ങൾ വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും പരിശുദ്ധ വചനത്തിലേക്ക് വരുമ്പോൾ ദാവീദുമായി ബന്ധപ്പെട്ടും ഇങ്ങനെ ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ തന്നെ 16-ാം അധ്യായത്തിൽ ദാവീദ്, വളരെ ബാലനായിരുന്ന ദാവീദ് യുദ്ധമുഖത്തായിരുന്ന തന്റെ സഹോദരങ്ങൾക്ക് ഭക്ഷണവുമായി അവരുടെ ആ യുദ്ധ മുന്നണിയിലേക്ക് കടന്നു വരികയാണ്. വേറൊരു ഉദ്ദേശവും അവനുണ്ടായിരുന്നില്ല. തന്റെ സഹോദരങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, ഇതിനായിട്ടാണ് അവൻ അങ്ങോട്ട് വരുന്നത്. പക്ഷേ അവിടെ കർത്താവിന് അതിനേക്കാളൊക്കെ ഒത്തിരി വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. അവിടെ ഗോലിയാത്ത് എന്ന ആ മല്ലൻ വളരെ വീമ്പിളക്കി ദൈവജനത്തെ ഒത്തിരിയേറെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ആ സമയത്താണ് ദാവീദ് കടന്നു വരുന്നത്. ദാവീദിനെ സംബന്ധിച്ച് അതൊരു അവിചാരിതമായ വരവായിരുന്നു. പക്ഷേ കർത്താവിന് അവിടെ വലിയൊരു പദ്ധതിയുടെ നിർവഹണം കാത്തിരിപ്പുണ്ടായിരുന്നു. അവിടെ ഗോലിയാത്ത് കർത്താവിനെ വെല്ലുവിളിക്കുന്നത് കേട്ട് ദാവീദ് മുന്നണിയിലേക്ക് ചെന്ന് കർത്താവിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ഗോലിയാത്തിനെ തോൽപ്പിക്കുന്നതൊക്കെ നമുക്കറിയാം. പക്ഷേ ദാവീദിന്റെ അങ്ങോട്ടുള്ള ആ ഒരു എൻട്രി അത് നമ്മെ സംബന്ധിച്ച് തീർത്തും അവിചാരിതമാണ്. തന്റെ സഹോദരങ്ങൾക്ക് ഭക്ഷണവുമായി അതിലെ കടന്നു വരുന്ന ദാവീദ്. പക്ഷേ അവിടെ കർത്താവിന്റെ ആ ഒരു ഒരുക്കൽ, കർത്താവ് കൊണ്ടുപോകുന്ന ആ മാർഗം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും അവിചാരിതമായി സംഭവിക്കുന്നില്ല.
അതാണ് വ്യത്യസ്തങ്ങളായ ആളുകളിലൂടെ, സാവൂളിലൂടെ, ദാവീദിലൂടെ, ലീദിയായിലൂടെ എല്ലാം കർത്താവ് നമുക്ക് പറഞ്ഞു തന്നത്. ലിദിയയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടതാണ്. തിയത്തീറക്കാരിയായിരുന്ന ലിദിയ ഫിലിപ്പിയിൽ എത്തുന്നു. ഏഷ്യയിൽ വചനം പറഞ്ഞു നടന്നിരുന്ന പൗലോസ് ശ്ലീഹ ഫിലിപ്പിയിൽ എത്തുകയാണ്. അവിടെ ലിദിയയുടെ ജീവിതത്തെ പരിപൂർണമായും മാറ്റുന്ന വിധത്തിൽ കർത്താവ് അവിടെ വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാം ആയിരിക്കുന്ന അവസ്ഥ, നാം കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകളാകാം, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളാകാം, അതൊന്നും അവിചാരിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളതല്ല. എന്തിനും കർത്താവിന് വലിയൊരു പദ്ധതിയുണ്ട്. കർത്താവ് പറയുന്നുണ്ടല്ലോ, തന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം കർത്താവ് അത് നന്മയ്ക്കായി മാറ്റും. നമ്മുടെ പ്രതിസന്ധികളെ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ, ദുഃഖങ്ങളെ, അതെല്ലാം കർത്താവ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ പദ്ധതികളുണ്ട്. ആ ഒരു രീതിയിൽ അതിനെ കാണുവാൻ, അതിന്റെ അവസാനത്തിൽ കർത്താവിന്റെ ആ ഒരു ഉദ്ദേശ്യം നമ്മിലൂടെ നിറവേറപ്പെടുവാനുള്ള ഒരു ആഗ്രഹത്തോടെ നമ്മെ തന്നെ നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. ലിദിയയുടെ ജീവിതത്തിലൂടെ ഇന്ന് കർത്താവ് നമുക്ക് നൽകിയ ഒരു പാഠം, അവിചാരിതമായി യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന ഒരു സത്യം നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് അടിയറവ് പറയാം. കർത്താവ് നയിക്കുന്നിടത്തേക്ക് മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നാം ഇതുവരെയും നടത്തിയ ഒത്തിരിയേറെ വഴികളിലൂടെ നമ്മെ നടത്തിക്കൊണ്ടുവന്ന പരിശുദ്ധാത്മാവിന് ഒന്ന് ചേർന്ന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് ഐക്യത്തോടെ നമ്മുടെ പരിശുദ്ധാത്മാവിനെ നന്ദി പറഞ്ഞ് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥനു നന്ദി പറഞ്ഞിടാൻ നാവിലെനിക്കിനി വാക്കില്ല. നേടിയ നന്മകൾ എണ്ണിടാൻ നൽകിയ ജന്മം തികയില്ല. നാഥനു നന്ദി പറഞ്ഞിടാൻ നാവിലെനിക്കിനി വാക്കില്ല. നേടിയ നന്മകൾ എണ്ണിടാൻ നൽകിയ ജന്മം തികയില്ല. അങ്ങ് നടത്തിയ വഴികള്, അങ്ങ് നടത്തിയ വിധങ്ങള് കർത്താവേ ഞങ്ങളുടെ വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. അതൊന്നും നന്ദി പറയുന്നു കർത്താവേ. അങ്ങ് നടത്തിയ ഓരോ നിമിഷങ്ങൾക്കായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു. വഴികളിലെ കുഴികൾ മൂടാൻ മുൻപേ പോയി, ഞാൻ അറിയാതൻ വീതികളിൽ ദീപമുയർത്താൻ മുൻപേ പോയി. ഞാൻ അറിയാതൻ വഴികളിലെ കുഴികൾ മൂടാൻ മുൻപേ പോയി, ഞാൻ അറിയാതൻ വീതികളിൽ ദീപമുയർത്താൻ മുൻപേ പോയി. നാഥനു നന്ദി പറഞ്ഞിടാൻ നാവിലെനിക്കിനി വാക്കില്ല. നേടിയ നന്മകൾ എണ്ണിടാൻ നൽകിയ ജന്മം തികയില്ല. നാഥനു നന്ദി പറഞ്ഞിടാൻ നാവിലെനിക്കിനി വാക്കില്ല. നേടിയ നന്മകൾ എണ്ണിടാൻ നൽകിയ ജന്മം തികയില്ല. നൽകിയ ജന്മം തികയില്ല. നൽകിയ ജന്മം തികയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശോയെ നന്ദി പറയുന്നു, നന്ദി പറയുന്നപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശോയെ നന്ദി, യേശോയെ നന്ദി, യേശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശോയെ നന്ദി, യേശോയെ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് നൽകിയ ഈ ഒരു ആഹ്വാനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. ആ ഒരു സന്തോഷത്തോടെ, എൻ്റെ ജീവിതത്തിൽ ഒന്നും അവിചാരിതമായിട്ടല്ല പോകുന്നത് എന്ന ആ ഒരു സന്തോഷത്തോടെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാം. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനകളിലെല്ലാം ഷെക്കേന ന്യൂസിനെയും ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർക്കണം. പ്രഷില്ല പ്രോഗ്രാമിന് വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങള്, അഭിപ്രായങ്ങള്, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് ചേർന്ന് നമ്മുടെ ഈ വിശ്വാസ യാത്രയിൽ മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.
empowering women in Christ.